ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ഒരു പണി ആരംഭിച്ചാലുണ്ടല്ലോ, മനുഷ്യര് മാറിയാലും അങ്ങനെ നല്ലവര് മാറിയാലും ദൈവത്തിന്റെ സഭയെ ദൈവം എല്ലാവരും തുണയുന്നവരാണ് അല്ലെ. നമ്മുടെ ദൈവമാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവമാണ് നമ്മുടെ സൃഷ്ടികർത്താവ്. അവൻ നമ്മളെ വാസ്തവമായി അറിയുന്നു, നിങ്ങളെ എല്ലാവരെയും അവൻ നല്ലതായിട്ട് അറിയുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വൈഫ് അർത്ഥമാണ് ഇതിന്റെ പകൽക്കാലമായിരിക്കുന്നത്. വളരെ ഓർമ്മകൾ പല പ്രാവശ്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വന്നതും പാടിയതും ഓടി കളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആ മെമ്മറീസിൽ ഷെയർ ചെയ്യുവാൻ പകൽക്കാലം ദൈവം എനിക്ക് നൽകിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചയായ സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിലിരിക്കാം. അതിന്റെ ഒന്നും രണ്ടോളം വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വായിക്കാം. അവിടെ എന്തുമാണ് നമ്മൾ കാണുന്നത്? യഹോവ വാഴുന്നു അല്ലെ. നമ്മൾ പല സങ്കീർത്തനങ്ങളെ കാണുമ്പോൾ വായിക്കുമ്പോൾ യഹോവയെ പറ്റി പല രീതിയിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. ആരാണ് യഹോവ? നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ മോശയിലാണ് ഈ ദൈവം പറയുന്നത്, ഞാൻ യഹോവയായ ദൈവമാണ് ഇല്ലേ. അതിന് ശേഷം ഇസ്രായേൽ മക്കളുടെ ദൈവമായി ഇസ്രായേൽ മക്കളുടെ ജാതികളോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ കഴിയുന്നത് ഇസ്രായേൽ മക്കളുടെ ദൈവമാണ് യഹോവ. പലവർക്കും പല ദൈവങ്ങളുണ്ട് ഇല്ലേ. ഫെലിസ്തീയർക്ക് പർവ്വതങ്ങളുണ്ട്. ചിലര് നദികളിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു, ചിലര് പർവ്വതങ്ങളിൽ പോയി ദൈവത്തെ ആരാധിക്കുന്നു. എന്നാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവര് ദൈവസങ്കീർത്തനക്കാര് വന്ന് 121 സങ്കീർത്തനം പറയുന്നു, ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്ന എന്റെ സഹായം ആകാശത്തേക്ക് ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു ഇല്ലേ. പർവ്വതത്തിൽ നിന്നല്ല എന്റെ സംഗീതം വരുന്നത്, ഭൂമിയിലല്ല എന്റെ സംഗീതം വരുന്നത്, പിന്നെയോ ഇതിനെല്ലാം നിർമ്മിച്ചവനായവനാണ് എന്റെ ദൈവം, അവനാണ് യഹോവ. ആ യഹോവ വാഴും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നത്തിലൂടെ കടന്നു പോയാലും നമ്മൾ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്, എന്റെ ജീവിതത്തിൽ എന്റെ കുഞ്ഞുങ്ങൾ മാറിയാലും, എന്റെ പ്രശ്നങ്ങൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, പ്രയാസങ്ങൾ വന്നാലും, എന്റെ രോഗമെല്ലാം എന്റെ മേൽ വാഴുന്നത്, എന്റെ വേദനയെല്ലാം എന്റെ മേൽ വാഴുന്നത്, പിന്നെയോ എന്റെ യഹോവയാണ് എന്റെ വാഴുന്നത്. യഹോവ വാഴുന്നു എന്ന് പറയുമ്പോൾ സകലത്തെ നിർമ്മിച്ചവൻ ഇല്ലേ. സകലത്തെ നിർമ്മിച്ചവനും ഇല്ലാത്തതിൽ നിന്ന് ഉള്ളതിനെ പോലെ ഉണ്ടാക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ യഹോവ. ഈ യഹോവയിലാണ് നമ്മൾ അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ അവർ പ്രത്യാശ വെച്ചത്. അവർക്ക് അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ വളരെ വാഗ്ദത്തങ്ങൾ അവന് ലഭിച്ചിട്ടുണ്ട് അല്ലെ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് തന്നെ താമസിക്കുന്ന സ്ഥലവും വീടും എല്ലാം വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാണ്. എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല, എവിടേക്ക് പോകുമെന്ന് അറിയത്തില്ല. എന്നാൽ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ സംസാരം മനസ്സിലാക്കി അബ്രഹാം വീട്ടിൽ നിന്ന് തന്റെ ഭാര്യയും വേലക്കാരുമായിട്ട് യാത്ര തിരിച്ചു. അവിടെ എല്ലാം പോകുന്നിടത്തെല്ലാം അവൻ കൂടാരം അടിക്കുകയും അവിടെ യാഗപീഠം പണിത് വാഴുന്നവനായ യഹോവയെ വാഴ്ത്തുവാനിടയായി തീർന്നു. അങ്ങനെയുള്ളപ്പോഴാണ് അവനൊരു വാഗ്ദത്തം ലഭിച്ചത്, ഞാൻ നിനക്ക് ഒരു മകനെ നൽകും ഇല്ലേ. നമുക്കറിയാം ആ സ്റ്റോറീസ്. പക്ഷേ സാറയ്ക്ക് ഒരു കുഞ്ഞിനെ ഉണ്ടാകുവാൻ കഴിയത്തില്ല. അബ്രഹാം പ്രായമായി എങ്കിലും അവൻ ആശയ്ക്കെതിരായി വിശ്വസ്തനായ ദൈവത്തിൽ അവൻ വിശ്വസിച്ചപ്പോൾ വാഴുന്നവനായ അസാധങ്ങളല്ല എന്റെ ജീവിതത്തിൽ വാഴുന്നത്. പിന്നെ ദൈവം പറഞ്ഞ വാക്കുകൾ നിവർത്തിക്കുവാൻ സർവശക്തനാണ് എന്റെ ദൈവം. ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ ഉണ്ടാക്കുവാൻ സർവശക്തനായ ദൈവമാണ്. ആ ദൈവമാണ് യഹോവയാണ് വാഴുന്നത്. അതുകൊണ്ട് ജാതികൾ വരയ്ക്കട്ടെ, ജാതികൾ പറയട്ടെ. കാരണം ജാതികൾ എന്ന് പറയുന്ന ആരാണ്? നമ്മളൊക്കെയും ഒരു സമയത്ത് ജാതികളായിരുന്നു ഇല്ലേ. ദൈവത്തെ അറിയാത്തവരും ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് കുറെ ദൂരെ ഉണ്ടായിരുന്നവരാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം മുഖാന്തരം ജാതികളായിരുന്നു നമ്മളെ യേശുവിന്റെ കുടുംബത്തിൽ ഇല്ലേ. അതുകൊണ്ടാണ് എന്റെ കുടുംബം മാവേലിക്കരയിലാണ്, നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് യാറ്റിക്കരയില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് എവിടെ കടന്നു വന്നാലും ഒരു ദൈവിക കുടുംബം നമുക്കത് ലഭിക്കുവാനിടയാക്കുന്നതല്ലോ. പക്ഷെ ഇവിടെ നമ്മൾ പറയുമ്പോൾ ജാതികൾ വരക്കട്ടെ. ജാതികൾ അവരവരുടെ ദൈവത്തെ ആരാധിക്കുന്നു. അന്നത്തെ സമയത്ത് ജാതികളുടെ ദൈവവും ഒരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടായാല് അവർ ദൈവങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെയാണ്. അപ്പൊ ഇസ്രായേൽ മക്കൾ ജയിക്കുമ്പോൾ യഹോവയുടെ വാഴ്ചയാണ് ജനങ്ങളെല്ലാം അറിയുന്നത് അല്ലെ. അങ്ങനെയാണ് പഴയ കാലസഭ നമ്മൾ കാണുവാനിടയാക്കുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ജനമേ, ദൈവം വാഴുന്നെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണുമ്പോഴാണ്.
നമ്മ ദൈവത്തെ അറിയാത്തവര്, ദൈവത്തെ മനസ്സിലാക്കാത്തവരുടെ ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ എന്റെ ഹോവയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹോവ എനിക്ക് വേണ്ടി കഴുതും, എന്റെ ഹോവ എനിക്ക് വേണ്ടി വാഴുന്നവനാണ്. ജാതികളൊക്കെ പറയും ഇത് കഴിച്ചില്ല, ഇത് സാധ്യമല്ല. എന്നാൽ അവരുടെ മധ്യത്തിൽ നാനാം യാമത്തിൽ ഇറങ്ങി വന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് വെളിപ്പെടുത്തി കഴിയുമ്പോൾ അവിടെ പറയും ഇവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്, ഇവരുടെ മധ്യത്തിൽ യഹോവ വാഴുന്നു. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്, രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. എല്ലാറ്റിനും ഒരു അവൻ നമ്മുടെ വീട് പ്രകാരനാണ്. നമ്മുടെ ദൈവം എവിടെയാണ് വസിക്കുന്നത്? അവൻ കിരൂബുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി വെളിച്ചത്തെ. കിരൂബുകൾ എന്ന് പറയുമ്പോൾ ആകാശത്തിന്റെ മീതിലെ എന്താ വെളിപ്പാടിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോഴും യശയ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് യശയ്യാവിന്റെ പുസ്തകത്തില് നമുക്ക് ഈ കിരൂബിനെ പറ്റിയൊക്കെ കാണുവാൻ ഇടയായിട്ടുണ്ട്, അല്ലേ? സ്വർഗത്തിൽ വസിക്കുന്നവനായ ദൈവം, ഭൂമിയിൽ വാഴുന്ന ദൈവം, ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മധ്യത്തിലാണ്, ഇല്ലേ? സ്വർഗത്തിലാണ് അവനെ ദൈവത്തെ എല്ലാവരും ആരാധിക്കുന്നത്, സ്വർഗത്തിൽ വസിക്കുന്നവൻ, ഭൂമിയെ വാഴുന്നവൻ. ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ഈ ദൈവം നമ്മളിൽ വസിക്കുവാനായി താല്പര്യപ്പെടുന്നു. ഈ ദൈവം നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്റെ പാട്ടുകാർ പാടുന്നു, ഈ ദൈവം എന്റെ ദൈവം, ഈ ധാതൻ എന്റെ ധാതൻ. സകലത്തെയും നിർമ്മിച്ചവനായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, നമുക്ക് വേണ്ടി കരുതുന്നു. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധനായിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കണം. ദൈവത്തിന്റെ ജനമേ, ഇത് പ്രധാനം നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഈ ദൈവത്തെ ആരാധിക്കുന്നു. ഇത് നിങ്ങൾ മടങ്ങി പോകുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളുക, ഈ ആഴ്ചകളിലെ ഈ ദിവസങ്ങളിലെ പറയട്ടെ, യഹോവേ അങ്ങ് വാഴ്ത്തപ്പെടുമാറാകട്ടെ, അങ്ങ് എന്റെ ജീവിതത്തിൽ വാഴട്ടെ, അങ്ങയുടെ നാമം എന്റെ കുടുംബത്തിലൂടെ, എന്റെ കുഞ്ഞുങ്ങളിലൂടെ, ഈ ദൈവസഭയിലൂടെ, ഇല്ലേ? ദൈവമേ അങ്ങൊന്ന് വാഴണമേ, അങ്ങയുടെ സ്നേഹം എന്നിലൂടെ വാഴണമേ. ദൈവം വാഴുന്നത് നമ്മളിലൂടെയാണ്, നമ്മുടെ പ്രവൃത്തികളിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ ഇടപാടുകളിലൂടെ കർത്താവ് വാഴുന്നു. അവരുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ അവസാനമായി ഈ വാക്കുകൾ എഴുതുമ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കേണ്ടത്, നമ്മുടെ ദൈവത്താൽ അസാധ്യമായത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടാണെങ്കിൽ കുറച്ചു കാലങ്ങൾ സൗദിയിലുണ്ട്. സൗദിയില് നമ്മള് വളരെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമുക്ക് ആരാധിക്കുന്നത് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുകയില്ല, മൊത്തം മുസ്ലിങ്ങളാണ്. അതിന്റെ മതത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവജനത്തിനെതിരെ പല പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവിടെ സൗദികളാണ് നമ്മുടെ കൺട്രോൾ ഉള്ളത്. അവര് പറയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നാട്ടിൽ പോകാൻ പറ്റത്തില്ല. അവർ പറയുമ്പോൾ പോകണം, അവർ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇതിനെല്ലാം അത് ദൈവജനത്തിന് ആശ്രയിക്കാവുന്ന ഒരു കാര്യമുള്ളായിരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ. അതുകൊണ്ട് 4-5 പ്രാവശ്യങ്ങൾ ഞങ്ങൾ ആഴ്ചയിൽ ഒരുമിച്ച് കൂടെ വന്നിട്ട് അന്യോന്യം പ്രാർത്ഥിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ ഫലപരമായ രീതിയിലുള്ള ദൈവത്തിന്റെ വിടുതൽ കാണാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഇത് ഞാനിവിടെ പറയട്ടെ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവസഭ ഒത്തൊരുമിച്ച് ഒരു വിഷയത്തിന് വേണ്ടി, ഒരു കുടുംബത്തിന് വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ അത് ദൈവത്തിന് ഇറങ്ങി വരുവാനുള്ള ഒരു വഴിയായി മാറുവരികയാണ്. അങ്ങനെ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മുടെ മധ്യത്തിൽ വാഴുന്നു. ഇന്ന് പകൽക്കാലം എനിക്ക് സമയം നൽകിയ ദാസനും ദൈവത്തിന്റെ ദൈവജനങ്ങൾക്കും വ്യക്തിപരമായ കുടുംബത്തിന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടെ ദൈവസഭയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ദൈവസഭയിൽ പല രാജ്യത്തു നിന്ന് ആൾക്കാർ കടന്നു വന്ന ദൈവത്തെ ആദരിക്കുമ്പോൾ അവരൊക്കെയും ദൈവത്തിലേക്ക് നടത്തുവാനും ദൈവത്തിന്റെ കൃപയെ തന്നെ ആശ്രയിച്ചിരിക്കുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്.